ഹായ് എവരിവൺ. ഇതായിരുന്നു ഇന്നലെ ഗോൾഡിൽ ലണ്ടൻ സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ്. ഞാൻ ഈ ട്രേഡ് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മുടെ ഈൽഡ് മോഡൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് സ്പെസിഫിക്കലി ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രൈസ് ആക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈൽഡിനെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. പ്രൈസ് ആക്ഷൻ്റെ സ്പെസിഫിക് ഏരിയ എന്നുള്ള പ്രൈസിൻ്റെ ബിഹേവിയറിലോട്ട് ഈൽഡിൻ്റെ ബിഹേവിയറും കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല പ്രിസൈസ്ലി എൻട്രീസ് കിട്ടുന്നത്. സോ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കുറഞ്ഞ റിസ്കിൽ വലിയ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് എല്ലാ ട്രേഡേഴ്സിൻ്റെയും ഡ്രീമായിരിക്കും. നമുക്ക് ആ ഡ്രീമിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് ക്ലിയർലി ഒന്ന് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിനെ നമ്മൾ അനോട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ 4 പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിൻ്റെ താഴോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ്, അതായത് ഈ വീക്കിൻ്റെ ലോ ആയിരിക്കും ടാർഗറ്റ്. അത് ഞാൻ 1-2 വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കണ്ടു നോക്കാം. സോ ഇഫ് പ്രൈസ് റിയലി വാണ്ട്സ് ടു ഗോ അപ്സൈഡ്, ഈ ഒരു 50 കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗത്തു നിന്ന് തന്നെ റിജക്ഷൻ കിട്ടേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നല്ല സ്ട്രോങ് റിജക്ഷൻ വരേണ്ടതാണ്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള റിജക്ഷനൊക്കെ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുള്ള റിജക്ഷനായിരുന്നു. സോ ഇന്നലത്തെ ന്യൂസ് ഇവൻറ്റിന് ശേഷം ഇന്നത്തെ മാർക്കറ്റ് കറക്റ്റ്ലി ഫോളോ വന്നു. സോ നമുക്ക് അറിയത്തില്ല ഇത് ഇത്രയും താഴോ ഇല്ല എന്നൊന്നും അറിയത്തില്ല, കാരണം നമ്മൾ ലണ്ടൻ സെഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലണ്ടൻ സെഷൻ്റെ പ്രൈസ് ആക്ഷൻ ആണ് നമുക്ക് ടാർഗറ്റും പ്രൈസ് ഏതുവരെ മുന്നോട്ട് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത്. ന്യൂയോർക്കിൻ്റെ കാര്യങ്ങൾ പോലും ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ട്രേഡേഴ്സ് കൂടുതലും ഗോൾഡിൽ അതുപോലെ ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടുതലും ന്യൂയോർക്ക് സെഷനിലായിരിക്കും ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ഒരു ദിവസത്തിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത് ലണ്ടൻ സെഷനാണ് എപ്പോഴും. സോ ലണ്ടൻ സെഷനിൽ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിലും ലണ്ടൻ സെഷനെ ഏറ്റവും നന്നായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു ബിയറിഷ് ഡേ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ആ ദിവസത്തിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ലണ്ടൻ ആയിരിക്കും. അതുപോലെ ഒരു സ്ട്രോങ് ബുള്ളിഷ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ആ ബുള്ളിഷ് ഡേയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും പൊട്ടൻഷ്യാലിറ്റി ഉള്ളത് ലണ്ടൻ ആയിരിക്കും. അതുപോലെ ലണ്ടൻ സെഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സോ ലണ്ടൻ സെഷനെ ഏറ്റവും നന്നായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ഈ ഒരു ദിവസം ഡെയിലി ക്യാൻഡിലോട്ട് വരാം. ഇതായിരുന്നു മെനിഞ്ഞാന്നത്തെ ന്യൂസ് ഇവൻറ്റിൻ്റെ ഡേയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡെയിലി ക്യാൻഡിൽ. അതായത് ഈ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. കാരണം ഈ ഒരു നോർമലി ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിനെ ഒരു ക്രോസ് ക്യാൻഡിൽ വന്നെന്ന് കരുതിയിട്ട് അതൊരു ഡിനയലാവില്ല. പക്ഷേ ഇതൊരു ഡിനയലാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇതിനൊരു പ്രോപ്പർ റീസൺ ഉണ്ട്. ഇതിൻ്റെ റീസണാണ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പ്യുവർ റിജക്ഷൻ ക്യാൻഡിലായിരുന്നു. ഈ റിജക്ഷൻ ക്യാൻഡിലിനെയും കൂടി അടക്കമാണ് എന്ത് തന്നിട്ടുള്ളത്? ഈ ഒരു ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ഓവർ നൗ. ദ ട്രേഡ് കംപ്ലീറ്റ്ലി ബയാസ് താഴോട്ടാണ്. 5 മിനിറ്റിലോട്ട് നേരിട്ട് പോവാം. ലണ്ടൻ സെഷനിലോട്ട് പോവാം നമുക്ക്. ഇതായിരുന്നു ഇന്നലത്തെ ഈ ഒരു കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ദിവസത്തിൻ്റെ പാറ്റേൺ. സോ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പേസ് കണ്ടല്ലോ, അതായത് സ്ട്രെങ്ത്ത് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു സ്ട്രോങ് ബിയറിഷ്നെസ് ആണ്, ഒരു ഫേക്ക് മൂവോ മറ്റോ അല്ല. നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ബാക്കി എന്നോണമാണ് ഇന്ന് രാവിലെ ഏഷ്യ സെഷനിൽ പ്രൈസ് ഇത്രയും വീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രീ സെഷനിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു ക്ലീൻ പ്രൈസ് ഏരിയ ആണ്. നമ്മൾ ഏത് പ്രൈസ്
ടൈമിൽ നോക്കിക്കഴിഞ്ഞാലും 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഈവൻ 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 1 മിനിറ്റിലോട്ട് വരാം. നമ്മൾ 1 മിനിറ്റിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ഏരിയ വരെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലീൻ ലോ കണ്ടില്ലേ, ഇതിനെയാണ് റിലേറ്റീവ് ഈക്വൽ ലോസ് എന്ന് പറയുന്നത്. ICTയുടെ വീഡിയോ കാണുന്നവർക്കത് മനസ്സിലാവും. ക്ലീൻ പ്രൈസ് ഏരിയാസിനെ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. സോ ഇങ്ങനത്തെ ഒരു ക്ലീൻ പ്രൈസ് ഏരിയ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗോൾഡിൻ്റെ മേജർ ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അൺകണ്ടീഷണൽ മൂവാണ് തന്നത്. അതായത് ഇതൊരിക്കലും ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മൂവല്ല. പ്രൈസ് ഒരു പ്രത്യേക ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുകയോ ചെയ്തിട്ടില്ല, ഒരു റിടെസ്റ്റ് ഒരു മൊമെൻറ്റിന് പോലും എന്ത് തന്നിട്ടില്ല, ഒരു പ്രോപ്പർ റിടെസ്റ്റ് ഒന്നും തരാതെയുള്ള അൺകണ്ടീഷണലായിട്ടൊരു മൂവാണ് മുകളിലോട്ട് വന്നത്. സോ ഇത് മുകളിലോട്ട് തന്നു കഴിഞ്ഞാൽ ആളുകൾ കോമൺലി ചിന്തിക്കുക എന്താണ്, ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു ഫാളിന് ശേഷം ആളുകൾ ചിന്തിക്കും ഈ ഓർഡർ ബ്ലോക്ക് ഇത് 5 മിനിറ്റിലിട്ട് കഴിഞ്ഞാൽ ഇത് 5 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആളുകൾ ഇതിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യും. അതിലൊന്നായിട്ട് ആളുകൾ ഡിഫൈൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, ഈ ഒരു ഗ്രീൻ 2 കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ലേ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ആണ് മാർക്കറ്റ് താഴോട്ട് വീണതെന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഹൈൻസൈറ്റാണ്. ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം ഇതെങ്ങനെ മനസ്സിലാക്കാം, അതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ ICT മോഡൽസിനെ നമ്മൾ ക്ലിയർലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പോകെ നമുക്ക് മനസ്സിലാവും. ഇനീഷ്യലി നമ്മൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം നമ്മളിത് റെക്കഗ്നൈസ് ചെയ്ത് കണ്ട് നമുക്ക് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. പ്രൈസ് ഓരോ ഏരിയയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇംബാലൻസുകളും ഡിസ്പ്ലേസ്മെൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആവാതിരിക്കാം എനിത്തിങ്. ഇപ്പം എന്തൊരു സ്വിങ്ങിൻ്റെയും ലാസ്റ്റ് ക്യാൻഡിൽ തട്ടി പ്രൈസ് ഓപ്പോസിറ്റ് സ്വിങ്ങിൽ സ്ട്രോങ്ലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്കിൽ തട്ടിപ്പോയിരുന്നു എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷേ അതങ്ങനെയല്ല നമ്മൾ ശരിക്കും ഇതിനെ കാണേണ്ടത്. സോ ഞാൻ ഈ ഒരു ഏരിയയിലുള്ള ഒരു കറക്റ്റ് ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പ്രൈസിനെ ഹവർലി ക്യാൻഡിലോട്ട് മാറ്റാം. ഹയർ ടൈം ഫ്രെയിം നെറേറ്റീവ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഹയർ ടൈം ഫ്രെയിമിനെ എപ്പോഴും വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് കാണാൻ ശ്രമിക്കാം. സോ ഇതായിരുന്നു ലണ്ടൻ സെഷനിലെ ക്ലീൻ പ്രൈസ് ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് ഈക്വൽ ലോസ്. ഈ റിലേറ്റീവ് ഈക്വൽ ലോന് ശേഷം പ്രൈസ് അൺകണ്ടീഷണലി മൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റാണ് ഈ 1 അവറിൻ്റെ ഒരു ബുള്ളിഷ് ക്യാൻഡിലും ഒരു പിൻ ബാർ ക്യാൻഡിലും. ഓക്കെ, ഇതുവരെ ആളുകൾക്ക് ഇവിടുന്ന് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ് താഴോട്ട് ട്രേഡ് എടുക്കാം. അങ്ങനെ ട്രേഡ് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇസ് വെരി ഗ്രേറ്റ്. ഞാൻ അതിനെ കുറ്റം പറയല്ല. പക്ഷേ നമുക്ക് വേണ്ട എന്താണ്, നമുക്കൊരു ചാൻസിൽ ട്രേഡ് എടുക്കരുത് ഒരിക്കലും. നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ് എപ്പോഴും 100% കൺഫേം ആയതിനു ശേഷം ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഹവർലി ക്യാൻഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ഏരിയ ഏതാണ്? സിംപിളി പറഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. കാരണം ഇവിടെ ഒരു വോളിയം ഇംബാലൻസ് ഉണ്ട്. ഈ ക്യാൻഡിലും തമ്മിലുള്ള ഈ ക്യാൻഡിലിൻ്റെ ക്ലോസും ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ് കണ്ടില്ലേ? ഒന്നും കൂടി സൂം ചെയ്താലേ കാണത്തുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? ICTയുടെ വീഡിയോ ഞാൻ വീണ്ടും പറയുന്നു, ക്ലിയർലി ഇരുന്ന് കാണാം. എവ്രിതിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പുള്ളിക്കാരൻ തമാശക്ക് ഒരു വീഡിയോയും പറഞ്ഞിട്ടില്ല. സോ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യില്ല, ഈ വിക്കിനെ കൺസിഡർ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാൻഡിലിൻ്റെ ബോഡി മുതൽ ഈ ക്യാൻഡിലിൻ്റെ വിക്ക് വരെയാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ റൂൾ. ആ റൂളിനെ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്ന 50% ഓഫ് എനി സർട്ടൈൻ പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു
ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം വിക്ക് ആവാം, അല്ലെങ്കിൽ ഡെയിലി ഓപ്പണിംഗ് ഗ്യാപ്പോ വീക്ക്ലി ഓപ്പണിംഗ് ഗ്യാപ്പോ എൻവോഗർ എൻഡോഗ് എനിത്തിങ് അതിൻ്റെ 50% ആവാം, എനിത്തിങ്. സോ 50% ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു കോൺസിക്വൻറ്റ് എൻകറേജ്മെൻറ്റ് 50% ഓഫ് ദിസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതാണ് ശരിക്കും പ്രൈസിനെ ഡിനൈ ചെയ്തിട്ടുള്ളൊരു ഏരിയ. പലർക്കും ഇത് ഓർഡർ ബ്ലോക്കിൽ നിന്ന് 5 മിനിറ്റ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി കിട്ടിയവരുണ്ടാവാം, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇതൊരു ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലോട്ട് പ്രൈസ് പോയിട്ടില്ല. 5 മിനിറ്റിൽ നോക്കുമ്പം വീണ്ടും 5 മിനിറ്റിലോട്ട് വരാം. അതിന് മുമ്പായിട്ട് 1 ഹവറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കളറൊന്ന് മാറ്റുന്നുണ്ട്. ഞാൻ ഓരോ ടൈം ഫ്രെയിമിനും ഓരോ ഡ്രോയിങ്ങിനും സ്പെസിഫിക്കലി ഓരോ കളേഴ്സും എൻ്റെ ഡ്രോയിങ്സിന് ഞാൻ കോമൺലി ഫോളോ ചെയ്യുന്ന കുറച്ച് കളർ പാറ്റേൺസ് ഉണ്ട്, അതിൽ തന്നെ വീഡിയോ ചെയ്യാമെന്ന് കരുതി. സോ ഈ സ്കൈ ബ്ലൂ കളറിൽ കാണുന്നതാണ് 1 ഹവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, വീണ്ടും 5 മിനിറ്റിലോട്ട് വരാം. 5 മിനിറ്റിലോട്ട് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് അനലൈസ് ചെയ്തിട്ട് ട്രേഡ് എടുത്തവരുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഇവിടെ നിന്നൊരു ഷോർട്ട് എൻട്രി എടുത്തിട്ട് ഇതുവരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വെരി ഗുഡ്. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണോ എന്ന് നമുക്കെപ്പോഴാണ് കൺഫേം ആവുന്നത്? ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തു, ഓക്കെ ഇനഫ്. അതിനുശേഷം പ്രൈസ് എവിടോട്ട് വന്നു? പ്രൈസ് സ്ലോലി ഗ്രൈൻഡ് ചെയ്ത് താഴോട്ട് വന്നു. അതിനുശേഷം ഈ 1 ഹവറിൻ്റെ 50%, അതായത് കോൺസിക്വൻറ്റ് എൻകറേജ്മെൻറ്റ് കാണിച്ചു തരാം. 1 ഹവറിൻ്റെ ഈ ടോട്ടൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ ഗ്രീൻ ലൈനില്ലേ, അതാണ് കോൺസിക്വൻറ്റ് എൻകറേജ്മെൻറ്റ്. കോൺസിക്വൻറ്റ് എൻകറേജ്മെൻറ്റിനോട് പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു? പ്രൈസ് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് ബൗൺസ് അപ്പ് ചെയ്യാം, മുകളിലോട്ട് പോകാം. കാരണം ഈ വന്നേക്കുന്നത് ഒരു സ്ട്രോങ് ബുള്ളിഷ്നെസ് ആണ്. നമുക്കറിയില്ലല്ലോ ഇത് വീക്ക് ആവുമോ കണ്ടിന്യൂ ആവുമോ എന്ന് നമുക്കറിയില്ല. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഈ ഒരു ഏരിയത്തെ പ്രൈസ് ആക്ഷൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. 1 മിനിറ്റിലോട്ട് പോവാം. സോ ഇതാണ് 1 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ. നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ ബ്ലോക്കിൻ്റെ കളർ ഞാനൊന്ന് മാറ്റുന്നുണ്ട് ബ്ലാക്കിലോട്ട്. ഓക്കെ, ഈ ബ്ലാക്ക് ലൈന് ഓർഡർ ബ്ലോക്കാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനിയിപ്പം പ്രൈസ് താഴോട്ട് പോയതുകൊണ്ട് അതൊരു ഓർഡർ ബ്ലോക്കാണെന്ന് നമുക്ക് ധൈര്യത്തിൽ പറയുകയും ചെയ്യാം. പക്ഷെ ഞാനങ്ങനെ പറയുന്നില്ല. അത് ഹൈൻസൈറ്റാണ്, നടന്നതിൻ്റെ ശേഷം മനസ്സിലാക്കുന്ന കാര്യമാണ്. നമുക്ക് നടക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് അസ്യൂം ചെയ്യാം. പ്രൈസ് താഴോട്ട് ചെറിയൊരു മുകളിലോട്ട് പോയതിൻ്റെ അത്ര ഇല്ലെങ്കിലും താഴോട്ട് വന്നു, കൺസിസ്റ്റൻ്റ്ലി താഴോട്ട് റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴൊന്നും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പ്രൈസ് താഴോട്ട് വീഴുമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് പേരിൽ ഇവിടുന്ന് ചെറിയൊരു ഷോർട്ട് എൻട്രി എടുക്കാമെന്നേ ഉള്ളൂ. കാരണം മുകളിലോട്ട് വന്നു നിൽക്കുന്നത് അത്രയും സ്ട്രോങ് മൂവ്മെൻ്റാണ്. സോ വി ഷുഡ് വെയിറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്തു ഏകദേശം പ്രൈസ് എവിടെ എത്തി? ഈ ഒരു ഗ്രീൻ ലൈനിൻ്റെ അടുത്തെത്തി. അതായത് 1 ഹവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻറ്റ് എൻകറേജ്മെൻറ്റിൻ്റെ അടുത്തെത്തി. ഈ അടുത്തെത്തിയതിന് ശേഷം പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ്, ഈവൻ 5 സെക്കൻഡിൻ്റെ ചാർട്ട് എടുത്താൽ പോലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈന്യൂട്ട് ഡീറ്റെയിൽസാണ് ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയയിൽ പ്രൈസ് പലതവണ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. എന്തിൻ്റെ? ഈ കോൺസിക്വൻറ്റ് എൻകറേജ്മെൻറ്റിൻ്റെ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആയതുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്തു. വെരി നെക്സ്റ്റ് സ്വിങ് തന്നെ പ്രൈസ് എന്ത് ചെയ്തു? ഈ ഒരു റിജക്ഷനെ അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ പ്രൈസിന് വന്നിട്ടുള്ള എന്താണ്? ഇതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് പല ഏരിയയിൽ നമുക്ക് കാണാം. ഇത് ഡിസ്പ്ലേസ്മെൻറ്റാണ്, ഇവിടുന്ന് മുകളിലോട്ട് വന്നിട്ടുള്ളത്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇപ്പം ഇവിടുന്ന് മുകളിലോട്ട് വന്നിട്ടുള്ള ഇത് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് മുകളിലോട്ട് എൻട്രി എടുക്കാൻ പറ്റുമോ? എൻട്രി എടുക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് വരണം. അപ്പോഴേ നമ്മൾ അതിനെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ലിക്വിഡിറ്റി ഉണ്ട്, അതായത് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഉണ്ട്. അതിനെ അറ്റാക്ക് ചെയ്ത് ഇവിടെയാണ് കോൺസിക്വൻറ്റ് എൻകറേജ്മെൻറ്റ് ഓഫ് എ 1 ഹവർ ഫെയർ വാല്യൂ ഗ്യാപ്പ്.
അവിടുന്ന് അറ്റാക്ക് ചെയ്തു. അപ്പം തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. വീണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് വന്നത് ഈ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിൽ നിന്നാണ്. നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓർഡർ ബ്ലോക്കിൽ നിന്നും പ്രൈസ് താഴോട്ട് വന്നു, ഓക്കെ. പക്ഷേ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത് കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് ഓഫ് എ 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഈ ഇമ്മീഡിയറ്റ്ലി ക്രിയേറ്റ് ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റിന് കാരണമായിട്ടുള്ള ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ, അതിനാണ് നമ്മൾ ബിയറിഷ് ബ്രേക്കർ എന്ന് വിളിക്കുന്നത്. ICTയുടെ വീഡിയോ വീണ്ടും കാണാൻ ശ്രമിക്കുക. ഇനിയിപ്പം ഈ ബ്രേക്കർ ക്യാൻഡിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതുക. സോ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു പ്രോപ്പർ ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% നിന്നാണ് നമുക്കിപ്പം ക്യാൻഡിൽ ഇവിടേക്ക് എത്തിയേക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ ഒരു എൻട്രി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ റൈറ്റ് ടൈമിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഇവിടെ എത്തി, തിരിച്ച് മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക് പ്രൈസ് റിജക്ഷൻ എടുത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നാണ് എൻട്രി കിട്ടിയത്. ഈ റിജക്ഷൻ ബ്ലാക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് എൻട്രി കിട്ടിയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, എനിക്ക് കൺവിക്ഷൻ കറക്റ്റായിരുന്നു പ്രൈസിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളും എല്ലാം. അതിന് ശേഷം പ്രൈസിൻ്റെ ഈ കണ്ടിന്യൂവേഷൻ നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വിഷയം. പലർക്കും ബുദ്ധിമുട്ട് പറ്റുന്ന മറ്റൊരു പ്രധാന വിഷയം എന്താണ്, പ്രൈസിനെ എങ്ങനെ ഹോൾഡ് ചെയ്യാം. അതിനാണ് നമ്മൾ ഇൻവേർട്ടഡ് ഫെയർ വാല്യൂ ഗ്യാപ്സിനെ യൂസ് ചെയ്യേണ്ടത്. അതും ഇതൊരു ബൈ സൈഡ് ഇൻബാലൻസ് സെൽ സൈഡ് ഇനഫിഷ്യൻസിയാണ്. അതും 15 മിനിറ്റിൽ. വൈ 15 മിനിറ്റ്സ്? 5 മിനിറ്റിൽ ക്ലീൻ അല്ല. ഞാൻ 5 മിനിറ്റ് നോക്കിയായിരുന്നു. 5 മിനിറ്റിൽ എല്ലാ ക്യാൻഡിലും ഒരുപോലെയാണ്. എവറി ക്യാൻഡിൽ ലുക്ക് സിമിലർ ടു വൺ അനദർ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ഇതിൽ വിച്ച് വൺ ഈസ് ഗോൺ റെസ്പെക്റ്റ്. നമുക്കൊരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് വരയ്ക്കാം, ഏതെങ്കിലും വരയ്ക്കാം. പക്ഷേ അത് റീസണബിൾ അല്ല. എല്ലാം ഒരുപോലെ ആകുമ്പോൾ ഇതിൽ ഏതെടുക്കും അറിയില്ല. അതുകൊണ്ട് ഒന്നും കൂടി ഹൈ ടൈം ഫ്രെയിമിലോട്ട് പോയി 15 മിനിറ്റിലോട്ട് വന്നപ്പം ഇതിപ്പോൾ റീസണബിൾ ആണ്. കാര്യം എന്താണ്, ഈ താഴെ കാണുന്ന ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാവുന്ന ഈ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റിൻ്റെ ഉള്ളിലാണ്. സോ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ്. നമ്മൾ എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും മിസ് ചെയ്യരുത്. കാരണം പ്രീമിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മുകളിലുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്, പ്രീമിയം സോണിലാണ്. അപ്പോൾ ഡിസ്കൗണ്ട് സോണിലുള്ള ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ 15 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ വീണ്ടും നമുക്ക് 1 മിനിറ്റിലോട്ട് തിരിച്ചു വരാം. സോ ഞാൻ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നല്ല എൻട്രി എടുത്തത്. സോ ഐ എം പുട്ടിങ് ദ ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ബ്രേക്കറിന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ താഴോട്ട് വന്നിട്ട് പ്രൈസ് എവിടെയാണ് എത്തിയേക്കുന്നത്, ഈ ഓറഞ്ച് കളറിൽ കാണുന്നത്. എഗെയിൻ ഞാൻ കളർ മാറ്റുകയാണ്. 15 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഞാൻ യെല്ലോ കളറാണ് കൊടുക്കാറ്. ഓക്കെ, ഈ 15 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഈ ഒരു ഞാൻ 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെയും കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ ലൈനാണ്. ഈ ഗ്രീൻ ലൈനിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ലോവർ ഏരിയ ആണ്. സോ ഇതിൻ്റെ മുകളിലോട്ട് പ്രൈസ് വരുവാണെങ്കിൽ, ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ റിസ്ക് കുറയ്ക്കണമായിരുന്നു. അതും ഞാൻ ഇൻ ടൈമിൽ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. if price didn't sustain below the 15 minute fair value gap. ഞാൻ ആ കാര്യം ഗ്രൂപ്പിൽ ഇൻ ടൈമിൽ പ്രൈസ് ഇവിടെ എത്തിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രൈസ് ഈ ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 15% താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് റിസ്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതായത് പാർഷ്യൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ബ്രേക്ക് മേലോട്ട് മാറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാം.
പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ഈ 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിൽ നിന്ന് വീണ്ടും റിജക്ഷൻ എടുത്തു. റിജക്ഷൻ എടുത്തിട്ട് നമ്മൾ ഓരോ ഫെയർ വാല്യൂ ഗ്യാപ്പും അനലൈസ് ചെയ്യുവാണെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈച്ച് പ്രൈസിനെ നമുക്ക് അനോട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15% എന്ന് പറയുന്ന ലെവൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് 15%ൻ്റെ മുകളിലോട്ട് പ്രോപ്പർലി ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്മീഡിയറ്റ് റിബാലൻസ്. ഇനി അടുത്തത് നോക്കുമ്പം ഈ ഒരു ഏരിയയിൽ ടോട്ടൽ ഈ ഒരു മൊമെൻറ്റിൻ്റെ ടോട്ടൽ നമ്മൾ അളക്കുകയാണെങ്കിൽ ഈ ഒരു സംഗതി ഡിസ്കൗണ്ടിലാണ് വരിക. സോ വീണ്ടും പ്രീമിയത്തിൽ വരുന്ന ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. സോറി, ഇതെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റിലേറ്റീവ് ഈക്വൽ ലോ ക്ലീൻ പ്രൈസ് ഏരിയ. സോ പ്രൈസ് റീച്ച് ഔട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്ക് ചെയ്ത് തുടങ്ങുക. 15% എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അനലൈസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ ചുമ്മാ ഒരു കാര്യമില്ലാതെ അങ്ങ് വരച്ചിട്ടാൽ മതി. കുറച്ച് കാലം കഴിയുമ്പോൾ, ഞാനും അങ്ങനെ ആയിരുന്നു, ഒരു കാര്യമില്ലാതെ എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും 50% എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാനങ്ങ് വരയ്ക്കും. പോകെ പോകെ അത് ഒരു ശീലമായി, പിന്നെ അതങ്ങ് കാണാൻ തുടങ്ങി, പിന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നമുക്ക് കണ്ണുകൊണ്ട് തന്നെ അളക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങും. സോ ഇതായിരുന്നു ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ. ഇനി ഞാൻ എൻ്റെ MT5ൻ്റെ ചാർട്ട് കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്നലെ ടോട്ടൽ ഇന്നലത്തെ ഇന്നലത്തെ ചാർട്ട്. ഇതായിരുന്നു താഴെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിലേറ്റീവ് ഈക്വൽ ലോസ് ക്ലീൻ പ്രൈസ് ഏരിയ. അതിനുശേഷം അൺകണ്ടീഷണൽ മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്നു. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ എൻട്രി. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഈ ബ്ലാക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്തു. അതാണ് കണ്ടിന്യൂ ആയിട്ട് ചെറിയൊരു പാർഷ്യൽ ഇവിടെ നിന്ന് എടുത്തു. ബാക്കി മൊത്തം പൊസിഷനും ഇതിൻ്റെ ഈ റിലേറ്റീവ് ഈക്വൽ ലോസിൻ്റെ താഴെ നിന്നു ഒരു പൊസിഷൻ, ബാക്കി പൊസിഷൻസ് എല്ലാം ഇവിടെ എക്സിറ്റ് ചെയ്തു. പിന്നെ വേറൊരു ട്രേഡും എടുത്തിട്ടില്ല. ഇങ്ങനെ തന്നെയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മോഡലിനെ ഈൽഡും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ഈൽഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈൽഡ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം മുകളിലോട്ട് തന്നെ മൂവ്മെൻറ്റ് തന്നു. മുകളിലോട്ട് മൂവ്മെൻറ്റ് തന്ന സെയിം ടൈമിൽ ഗോൾഡും അതുപോലെ താഴോട്ട് മൂവ്മെൻറ്റും തരുന്നുണ്ടായിരുന്നു. ഇതിൽ അനോമലീസ് ഒന്നുമില്ല, കറക്റ്റ് മൂവ്മെൻറ്റാണ്. ഗോൾഡ് താഴോട്ട് പോകുന്നു, ഈൽഡ് മുകളിലോട്ട് പോകുന്നു, ക്ലിയർ. പക്ഷേ ഗോൾഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിലേറ്റീവ് ഈക്വൽ ലോസ്, അതും ഇത്രയും ക്ലീൻ പ്രൈസാണ്. സോ ഇതിന് ശേഷം ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഒരു അനോമലി ഓർ ഡൈവേർജൻസ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ട ഏരിയ കിട്ടി. പ്രൈസിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡിറ്റി എഞ്ചിനീയർ എവിടെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് വേണം? പ്രൈസ് എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ, എപ്പോഴാണ് ഈ ഒരു ഈക്വൽ ലോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം. അത് ഇന്നാവാം, നാളെ ആവാം, അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷനിലാവാം, അല്ലെങ്കിൽ ന്യൂയോർക്ക് ലഞ്ചിലാവാം, ഏത് ടൈമിലും ആയിക്കോട്ടെ. നമ്മളെ മൈൻഡിൽ ഈ ഒരു ഏരിയ വേണം. ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസിനെ എപ്പോഴാണ് ഡ്രാഗ് ചെയ്യാൻ പോകുന്നത്, അതിനുള്ള പ്രൈസ് ആക്ഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. സോ ഇതൊരു ഓവറോൾ ബിയറിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർലി എൻട്രി കിട്ടി. സോ ഇതിന് ശേഷം ഈ ഒരു ഏരിയ ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗോൾഡ് മുകളിലോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു അൺകണ്ടീഷണൽ മൂവാണെന്ന്. അൺകണ്ടീഷണൽ മൂവാണെന്ന് പറയാൻ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈൽഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ സ്മോളർ മൂവാണ്. ഈൽഡിൽ വളരെ ചെറിയ ഒരു മൂവ്മെൻറ്റ് മാത്രമേ താഴോട്ട് വന്നിട്ടുള്ളൂ. അതും ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് തന്നെ അവസാനിക്കുകയും ചെയ്തു. ഈൽഡ് ഇട്ടേക്കുന്നത് 3 മിനിറ്റ് ക്യാൻഡിലാണ്. കാരണം ഈൽഡിൽ ഒരുപാട് ഗ്യാപ്പുകളുണ്ട്, അത് ഫില്ല് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു 3 ക്യാൻഡിലിന് ശേഷവും ആ ഒരു സമയം കൊണ്ട് ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ്. സോ അതിന് ശേഷം ഗോൾഡ് നമ്മളെ 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് വരെ
ട്രിമ്മ് ചെയ്താണ് താഴോട്ട് വരുന്നത്. അതായത് വളരെ പതുക്കെ ഒരു മെത്തേഡിക്കൽ പ്രൈസ് ആക്ഷനിൽ താഴോട്ട് വരുന്ന സമയത്തും ഈൽഡ് എന്ത് ചെയ്തിട്ടില്ല, വീണ്ടും താഴോട്ട് വീണിട്ടില്ല, മുകളിലോട്ട് പോയിട്ടില്ല. ഈൽഡ് സ്റ്റക്ക്, അതായത് ഈൽഡ് ഈ ഒരു മുകളിലോട്ട് വന്നിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഇല്ലേ, ഈ ഗ്യാപ്പിൻ്റെ ഏരിയയിൽ സ്റ്റക്കാണ്. അതായത് ഈൽഡ് നോട്ട് എനി മോർ ഇൻട്രസ്റ്റഡ് ടു ഗോ ബിലോ, താഴോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ഈൽഡ് താഴോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% നിന്നും ഗോൾഡെങ്കിലും അറ്റ്ലീസ്റ്റ് ആദ്യം മുകളിലോട്ട് പോയി തുടങ്ങും. ഗോൾഡ് ആദ്യം മുകളിലോട്ട് പോയി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈൽഡ് താഴോട്ട് കണ്ടിന്യൂ ചെയ്യും. സോ ഗോൾഡ് ഈ 50%, അതായത് 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് തന്നു, താഴോട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു. സെയിം ടൈമിൽ ഈൽഡ് എന്ത് ചെയ്യുന്നില്ല, എവിടേക്കും മൂവ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈൽഡിൻ്റെ കറൻറ്റ് ട്രെൻഡ് ബുള്ളിഷ് തന്നെയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ മാനിപ്പുലേഷൻ. സോ ക്ലിയർലി ഈ ഒരു എൻട്രി നമുക്ക് കിട്ടി, ഇവിടെ നിന്ന് എടുത്തു, പെർഫെക്റ്റ്ലി ഇവിടെ വന്നിട്ട് എക്സിറ്റ് ചെയ്തു. ഇതുപോലെ നമ്മൾ എല്ലാ പ്രൈസ് ആക്ഷനെയും അനലൈസ് ചെയ്ത് തുടങ്ങണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മാർക്കറ്റിൻ്റെ ഡയറക്ഷനും ചെറിയ റിസ്കിൽ വലിയ എൻട്രീസും കിട്ടി തുടങ്ങുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ